ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വിശേഷം ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് മൈലാഞ്ചി ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വീഡിയോ ക്ലിപ്പായിട്ടാണ്. ഒരുപാട് വിശേഷമൊന്നുമില്ല, കുറച്ച്. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ടെറസിന് മുകളിൽ കയറി രാവിലത്തെ ഒരു വ്യൂ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 6 വീടും ആ ഒരു സ്ഥലം ഇങ്ങനെ കാണിക്കാൻ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ഫോണും കൊണ്ട് കയറിയത് തന്നെ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റും നോക്കി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഭയങ്കര വെയിലായതുകൊണ്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയതിന് ശേഷം നോക്കിയപ്പം അവിടെ ഉമ്മായും താത്തായും അവർ മീൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഉച്ചയ്ക്ക് ഏതായാലും ഉച്ചയ്ക്കല്ല, നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം മീൻ കറി എന്തെങ്കിലും വേണം. അന്ന് നമുക്കതൊരു ശീലമായി. പിന്നെ അല്ലെങ്കിൽ നമുക്കെന്ന് പറയുമ്പോൾ വാപ്പാക്ക് വീട്ടിൽ ഞങ്ങളൊന്നും അങ്ങനെ മീൻ താല്പര്യമില്ല. പിന്നെ പൊരിച്ചതാകുമ്പം കഴിക്കും. അങ്ങനെ മീൻ നമ്മളിവിടെ ഈ മീൻ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾക്കിവിടെ മത്തി നമ്മുടെ ഇവിടെ പറയുന്നത് ചാള മീനെന്നാണ് പറയുന്നത്. മീനും അതൊക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിന്നെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കായിരുന്നു. എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് എല്ലാവരും ഇങ്ങനെ ഓരോ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ജോലിയും കഴിയും, അവർക്കുള്ള ബോറടിയും മാറും. അങ്ങനെ അതിൽ കുറച്ച് മീൻ മുട്ട ഉണ്ടായിരുന്നു മത്തിയിൽ. അപ്പോൾ അത് കുറച്ച് ഇതാക്കി വൈകുന്നേരം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിട്ടാണ് ഇതൊക്കെ ശരിയാക്കിയത്. പിന്നെ നമ്മളിവിടെ മീൻ കറി ആയിരുന്നു. പിന്നെ ഇവിടെ കുട്ടികൾ പടക്കമൊക്കെ മേടിച്ച് അവർ നോമ്പൊക്കെ ലാസ്റ്റ് തയ്യാറായല്ലോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ പടക്കം കിട്ടാൻ കുറച്ച് ഇനിയിപ്പോൾ ദീപാവലിക്ക് വല്ലതും കിട്ടിയാൽ കിട്ടി ഇവിടെ, അങ്ങനെയാണ്, അല്ലാതെ കിട്ടത്തൊന്നുമില്ല. അപ്പോൾ അവർ പടക്കമൊക്കെ പൊട്ടിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് ശേഷം ഞങ്ങൾ മൈലാഞ്ചിക്കായിട്ട് നമ്മൾ കുറേ ആവശ്യമില്ലാത്ത പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ട് മൈലാഞ്ചിക്ക് ഞങ്ങൾ എല്ലാം ഇത് പഞ്ചസാര ഇട്ടാണ്. പഞ്ചസാര, തേയില, പിന്നെ നമ്മുടെ ജീരകം, അത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ തുണിയൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചത് തന്നെ. ഞങ്ങൾ പേടിച്ചു, അയ്യോ വല്ലതും കിട്ടുമോ നോക്കിയപ്പം കുഴപ്പമില്ല, ആവശ്യത്തിന് കിട്ടിയായിരുന്നു. പിന്നെ ഇതിൽ ഇത്തിരി കിട്ടിയാലും നമുക്ക് ഒരുപാട് ദിവസം ഇടാനുള്ളത് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്, കുറച്ചെങ്കിലും കിട്ടിയേ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ചത് തന്നെ. അങ്ങനെ വെച്ചതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ പിന്നെ ഞങ്ങൾ വട്ടത്തിലിരുന്ന് ഓരോരോ കുട്ടികളുടെ കുസൃതി ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് ഇത് റെഡിയായോ ഇല്ലെന്ന് പറഞ്ഞിട്ട് തുറന്ന് നോക്കാൻ പോകുന്നത്. ഇത് വെള്ളമൊക്കെ ഒഴിക്കണമല്ലോ. അതിന് ശേഷമാണ് കുറേ നേരമല്ല, ഒരു അരമണിക്കൂർ അങ്ങനെ എന്താവും. അതപ്പോഴത്തേക്കും അരമണിക്കൂറായി. അപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവും ഇത് റെഡിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം അത് നമുക്ക് സ്മോക്ക് വരുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് എടുക്കരുത്, ഇത് തീർന്ന് കാണൂല എന്ന്. കുറച്ചും കൂടെ ഇരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് എരിഞ്ഞു പോയേനെ. അപ്പം ഞങ്ങൾ നോക്കി, മാഷാ അല്ലാഹ്, ആവശ്യത്തിന് അധികം കിട്ടിയിട്ടുണ്ട്.
നമുക്കിത് ഒരുപാട് നാളൊക്കെ വെച്ചിരിക്കാൻ പറ്റും. പിന്നെ നമുക്കിത് നെയിലിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്തോ ചൊറിച്ചിൽ പോലെയൊക്കെ തോന്നും. മുമ്പിട്ടപ്പോൾ അങ്ങനെയായിരുന്നു, എന്തോ ചൊറിച്ചിൽ വീട്ടിൽ ചെയ്തപ്പോൾ. നമ്മളിപ്പം ഏതെങ്കിലും അങ്ങനെ വേറെ ആരുടെയെങ്കിലും ഓർഡർ ചെയ്ത് മേടിക്കുമ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ വീട്ടിൽ വെക്കുന്നുണ്ടായിരിക്കും, നികത്തിയിടുമ്പോൾ കുഴപ്പമില്ല. മാഷാ അല്ലാ, സൂപ്പറായിട്ട് നല്ല ചുവപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിൽ മൈദപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവരും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ ചുമ്മാ ഒന്ന് പറയണം. അപ്പം കളർ ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഏകദേശം 1 മാസം 2 മാസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് കുഞ്ഞു കുട്ടികളുടെ കയ്യിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അവർക്ക് ഫസ്റ്റ് വേണം. അവർക്ക് ഏത് മൈലാഞ്ചി ഇട്ടാലും അവർക്ക് തികയത്തില്ല. അപ്പം അവർ ഇട്ടു, പിന്നെ ഞങ്ങളും ഇട്ടു മൈലാഞ്ചി. കളർ കാണുമ്പോഴേ മനസ്സിലായി ഇത് നല്ല ചുവക്കുന്ന മൈലാഞ്ചിയാണെന്ന്. അങ്ങനെ മാഷാ അല്ലാ, പിറ്റേന്ന് നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ ഇനി ഒരു ദിവസമായിട്ട് വരാം. ഓക്കേ, ബൈ.